ഇറാന് അമേരിക്കയുടെ ശക്തമായ മുന്നറിയിപ്പ്. നിരുപാധിക കീഴടങ്ങൾ മാത്രമേ ഇനി ഇറാന് മുൻപിലുള്ളൂവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പരമോന്നത നേതാവ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാമെന്നും ഈ അവസരത്തിൽ അവിടെ ആക്രമിക്കില്ലെന്നും അതിനു മുൻപ് നിരുപാധികം കീഴടങ്ങുന്നതാണ് നല്ലതെന്ന് ട്രംപിന്റെ പോസ്റ്റ്. ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിന്റെ അന്ത്യശാസനം. അതേസമയം ടെൽ-അവീവിനെയും ഹൈഫയെയും ഇറാൻ ആക്രമിക്കുമെന്ന സൂചനകളും പുറത്തുവന്നു. ജനങ്ങളോട് മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടുള്ള ഇറാൻ സായുധ സേനാ മേധാവിയുടെ വീഡിയോ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. പി ജെയിംസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. പി ജെയിംസ്, ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ശക്തമായൊരു താക്കീത് അല്ലെങ്കിൽ അന്ത്യശാസനം നൽകുന്നു. വേണ്ടിവന്നാൽ ഈ സംഘർഷത്തിൽ ഇടപെടുമെന്ന് മാത്രം പറഞ്ഞു നിന്ന അമേരിക്ക നേരിട്ടിടപെടലിലേക്ക് വരികയാണ്. ഒപ്പം ഈ രാത്രിയും ഇറാൻ തിരിച്ചടിക്കും എന്ന സൂചന നൽകുന്നു. ഗോകുൽ, ഇത് യഥാർത്ഥത്തില് വളരെ വിചിത്രമായിരിക്കുന്നു ഈ ട്രംപിന്റെ നിലപാടുകൾ. ട്രംപ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ഇതില് പങ്കാളിയല്ല, ഇസ്രായേലാണ് ഇത് ചെയ്യുന്നത്, ഞങ്ങളെ ആക്രമിക്കരുത് എന്നൊക്കെയായിരുന്നു. ഇന്ന് ട്രംപ് നിലപാട് മൊത്തം മാറ്റിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ട്രംപ് ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെതിരെ മറ്റൊരു രാജ്യത്തിന്റെ നേതാവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രോട്ടോകോളും മാനദണ്ഡങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കീഴടങ്ങിക്കൊള്ളൂ, അൺകണ്ടീഷണൽ സറണ്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിരുപാധികമായിട്ട് കീഴടങ്ങുക, ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാം. സോ കോൾഡ് സുപ്രീം ലീഡർ എന്നാണ് ഈ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കീഴടങ്ങി ഇല്ലെങ്കിൽ പിന്നീട് എന്താണെന്നുള്ളത് നമ്മൾ പിന്നെ തീരുമാനിക്കും. ഇപ്പോ ഞങ്ങൾ കൊല്ലില്ല, പക്ഷെ ഭാവിയിൽ എന്ത് ചെയ്യുന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള രീതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റാണ് സംസാരിക്കുന്നതെന്ന് ഓർക്കണം. കാരണം അമേരിക്ക ഇതുവരെ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഏറ്റുമുട്ടലിൽ പങ്കാളിയല്ല, ഇസ്രായേലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ മാനദണ്ഡങ്ങളും പ്രോട്ടോകോളും ലംഘിച്ചുകൊണ്ടാണ് ട്രൂത്ത് സോഷ്യൽ എന്ന സോഷ്യൽ മീഡിയയിൽ ട്രംപിന്റെ ഈ ശാസനം വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ട്രംപിന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാവാം, പ്രത്യേകിച്ച് മൊസാദിന്റെയും അമേരിക്കൻ ഏജന്റുമാരുടെയൊക്കെ പ്രസൻസ് ഇറാനിലുണ്ട്. അവരൊരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള കളിയിലാണ് എന്നുള്ള തരത്തിൽ മനസ്സിലാക്കണം. കാരണം ഇസ്ലാമിക ഭരണകൂടം 1979 അധികാരത്തിൽ വന്നത്. അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഷാ റസ പഹ്ലവിയെ അട്ടിമറിച്ചാണ് ഇസ്ലാമിക ഭരണകൂടം ആയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിൽ വന്നത്. ഇപ്പോൾ ഉള്ളത് ഖമൈനിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ആയത്തുള്ള ഖമനിയെ അട്ടിമറിച്ച് ഭരണമാറ്റം കൊണ്ടുവരിക എന്ന തലത്തിലേക്ക് അമേരിക്ക ഇസ്രായേലും ഒരുമിച്ച് പോകുന്നു. ഈ അവസരം ഉപയോഗിക്കുക. പക്ഷെ ഇറാൻ വെറുതെ ഇരിക്കുന്നില്ല. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ടെൽ-അവീവിൽ, ഹൈഫയിൽ, ജെറൂസലമിൽ വീഴുന്നുണ്ട്. അത് ഇപ്പൊ അടുത്ത അവസരത്തിൽ തടയുന്നുണ്ടെങ്കിലും നിരവധി മിസൈലുകൾ വീണു, നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിരവധി കെട്ടിടങ്ങൾ തകർന്നതിന്റെ വിഷ്വൽസ് നമ്മുടെ മലയാളികൾ തന്നെ അയക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരിച്ചടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായക നിമിഷങ്ങളാണ്. ഈ മൊസാദിന്റെ സപ്പോർട്ടിൽ അവിടെ ഇറാനിലെ പ്രതിപക്ഷത്തുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തിനെതിരെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ സൈന്യത്തിലുള്ള ആൾക്കാരെയൊക്കെ തിരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ഇറാനിലെ സൈനിക തലവന്മാർ കൊല്ലപ്പെടുന്നു, ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുന്നു. ഇപ്പൊ ഈ രാഷ്ട്രീയ നേതാക്കൾ മാത്രമേ ഉള്ളൂ പിടികൂടാനുള്ളത്. അതിൽ രണ്ടുപേരാണുള്ളത്. ഒന്ന് ആയത്തുള്ള ഖാമിനിയും അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനും. അപ്പൊ ഇവർ രണ്ടുപേരെയും പിടിച്ചാൽ ആ ഭരണകൂടം തന്നെ തകരുന്നുള്ള അവസ്ഥയാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള നെട്ടോട്ടമാണ്. പക്ഷേ അത്ര എളുപ്പമല്ല. ഇറാന്റെ കൂടെ 6 ലക്ഷം സൈനികരുണ്ട്, 2 ലക്ഷത്തിലേറെ റിസർവ് സേനയുണ്ട്. ഇസ്രായേലിന് 1,70,000 ഉള്ളൂ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ അവിടേക്ക് കരയുദ്ധത്തിന് ചെന്ന് അവരെ ഫിസിക്കലി പിടിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ സൈന്യം കാലും അവിടെ സൈന്യത്തെ പിന്തുണയ്ക്കുന്ന നേതാക്കൾ രംഗത്ത് വരണം. അത് അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. ഇപ്പോ ഈ ഭരണകൂടത്തെ എതിർക്കുന്നവർ പോലും രംഗത്ത് വന്നിരിക്കുന്നത് ഇറാൻ എന്നുള്ളൊരു വികാരത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അവിടുത്തെ ടെലിവിഷൻ ചാനലിലെ മാധ്യമ പ്രവർത്തകരൊക്കെ ഇറാൻ വികാരം ഇളക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത്ര എളുപ്പമല്ല ഈ ട്രംപ് പറഞ്ഞത് നടപ്പാക്കുക എന്നുള്ളത്. പക്ഷെ നമുക്കറിയില്ല, പ്രത്യേകിച്ച് സദാം ഹുസൈന് ഇറാഖിലും മുഹമ്മദ് മൊവർ ഗദാഫിയെ ലിബിയയിലും കീഴടക്കിയ ചരിത്രമുണ്ട് അമേരിക്കയ്ക്ക്. പക്ഷെ എന്തായാലും നമുക്കത് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഗോകുൽ. ശരി, പി ജെയിംസ് ആണ് ഇന്റർനാഷണൽ ന്യൂസ്
ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അമേരിക്കയുടെ അന്ത്യശാസനം ഇറാന് കീഴടങ്ങുക മാത്രമാണ്, നിരുപാധികമായ കീഴടങ്ങൽ മാത്രമാണ് മുന്നിലുള്ള വഴിയെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം.